അലൂമിനിയം ഹീറ്റ് സിങ്ക് ഡ്രിൽ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കഥ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് അഡ്വൈസ് കിട്ടിയതാണ്. അതിന് ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കേണ്ട ലൂബ്രിക്കൻ്റാണ് ഈ WD-40 എന്നാണ് പോളണ്ടിലെ ഒരു അമേച്വർ റേഡിയോ സുഹൃത്ത് പറഞ്ഞു തന്നത്. പിന്നെ വേറെ പലരും പറഞ്ഞെന്നാണ് ഈ ടൈറ്റാനിയം ഹൈ സ്പീഡ് സ്റ്റീൽ ഡ്രിൽ ബിറ്റ് വേണം, ടൈറ്റാനിയം കോട്ടിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് ഓൺലൈൻ വാങ്ങിച്ചു. അപ്പോൾ ഇതിൽ ഈ WD-40 പറ്റി നല്ലൊരു രസകരമായ കഥയുണ്ട്. WD-40 എന്ന പേരിലൊരു കമ്പനി ഉണ്ട്, ഇതുണ്ടാക്കുന്ന കമ്പനി. ആ കമ്പനിയുടെ ഒറിജിനൽ പേര് റോക്കറ്റ് കെമിക്കൽ കമ്പനി എന്നായിരുന്നു. അത് പണ്ട് കാലത്ത് ഇതുണ്ടാക്കിയ സമയത്ത് വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർമുല 40 അതാണ് ഉദ്ദേശിച്ചത്. അതായത് അവർ 40ാമത്തെ ട്രയലിലാണ് ഇത് നന്നായിട്ട് കണ്ടുപിടിച്ചത്. അതായത് റോക്കറ്റിൻ്റെ കോട്ടിങ്. അമേരിക്കയുടെ ആദ്യത്തെ ഇന്ത്യ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBM കോട്ടിങ്ങായിട്ട് ഉപയോഗിക്കാൻ ഉണ്ടാക്കിയതാണ് ഞാൻ വിക്കിപീഡിയയിൽ വായിച്ചത്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇതിന് മോയ്സ്ചർ ഇല്ലാണ്ടാക്കും, ക്ലീൻ ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും, പിന്നെ റസ്റ്റിനൊക്കെ പ്രിവെൻഷന് വളരെ ഉപയോഗമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്തിനാണ് വാങ്ങിച്ചതെന്നല്ലേ, എന്നോട് സുഹൃത്തുക്കൾ പറഞ്ഞതെന്നാണ്. ഈ അലൂമിനിയം ഹീറ്റ് സിങ്ക് ഡ്രിൽ ചെയ്യുമ്പോൾ ആ കുഴിയിൽ ഒരു തുള്ളി ഒറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ അലൂമിനിയം ബിറ്റിൻ്റെ മുകളിൽ പിടിക്കുന്നത് ഒഴിവാക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഡ്രിൽ ബിറ്റുകളാണ്, ടൈറ്റാനിയം നൈട്രൈഡ് കോട്ടിങ്ങുള്ള ഡ്രിൽ ബിറ്റുകളാണ്. അപ്പോൾ ഇതിൽ 2mm ബിറ്റായിരിക്കണം എനിക്ക് ആവശ്യം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് വെച്ചിട്ടിനി നാളെ ഒന്ന് ശ്രമിച്ചു നോക്കണം ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ എന്നുള്ളത്.